യേശുനാഥൻ്റെ സ്നേഹവിരുന്നിൽ സംതൃപ്തി അടയുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 21 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ ആത്മാവിൽ അസ്വസ്ഥനായി യൂദാസിൻ്റെ ഒറ്റയാത്ര ക്രിസ്തുവിൻ്റെ അപ്പക്കഷ്ണം സ്വീകരിച്ച് ആരംഭിക്കുന്നതും ഒരു പുതിയ സ്നേഹപ്രമാണത്തിൻ്റെ ആരംഭം കുറിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷം. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. ആത്മാവിൽ അസ്വസ്ഥനായ യേശു. മനുഷ്യദൈവബന്ധത്തിൻ്റെ സമ്പൂർണതയാണ് യേശുനാഥൻ. കാരണം അവൻ ഒരേ സമയം മനുഷ്യനും ദൈവവുമാണ്. ഈ 2 സത്യങ്ങളിലും ഒരുപോലെ പ്രതിഫലിച്ച വികാരമാണ് യേശുവിനുണ്ടായ അസ്വസ്ഥത. അതാണ് വചനം പറയുന്നത് യേശു ആത്മാവിൽ അസ്വസ്ഥതപ്പെട്ടു എന്ന്. അതിനുള്ള കാരണം തുടർന്ന് വചനം പറയും, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ക്രിസ്തുവിൻ്റെ ഈ അസ്വസ്ഥത 2 സത്യങ്ങളെ പ്രതിയാണ്. 1. താൻ വരിക്കുവാനിരിക്കുന്ന കുരിശുമരണം. 2. അതിൻ്റെ കാരണം തൻ്റെ തന്നെ ശിഷ്യനായതുകൊണ്ട്. ഒരു ശിഷ്യൻ തന്നെ ശത്രുവിൻ്റെ ജോലി ചെയ്യുവാൻ നിയോഗിക്കപ്പെടുന്നു. ക്രിസ്തു ദൈവത്തിൻ്റെ നിയോഗമായി നിലകൊള്ളുമ്പോൾ യൂദാസ് കറിയോത്ത പിശാചിൻ്റെ നിയോഗമായി മാറുന്നു എന്നതാണ് ഈ ആത്മാവിലുള്ള അസ്വസ്ഥതയ്ക്ക് കാരണം. 2. സ്നേഹത്തിലൂടെ തിരിച്ചറിയേണ്ട ക്രിസ്തു രഹസ്യം. അവൻ്റെ വക്ഷസ്സിനോട് ചാരിക്കിടന്ന യോഹന്നാൻ യേശുവിനോട് ചോദിക്കുന്നു, കർത്താവേ, അത് ആരാണ്? യേശു അവനോട് പറഞ്ഞു, അപ്പക്കഷ്ണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെയാണ് എന്നെ ഒറ്റി കൊടുക്കുന്നവൻ. യേശു തന്നെ വിരുന്നുമേശയിൽ തന്നെ നമുക്ക് നൽകിയാലും നാം കർത്താവിന് സമ്പൂർണമായി നമ്മെ നൽകാതിരുന്നാൽ അവിടെ ക്രിസ്തുവിന് കടന്നു വരുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിന് കടന്നു വരുവാൻ സാധിക്കാത്തിടത്ത് മാത്രമേ പിശാച് കടന്നു വരികയുള്ളൂ. യൂദാസ് ഇറങ്ങി നടക്കുന്നത് ക്രിസ്തുവില്ലാത്ത വഴിയിലൂടെയും ക്രിസ്തുവിന് കടന്നു വരുവാൻ സാധിക്കാത്ത വഴിയിലൂടെയും അന്ധകാരത്തിലേക്കുമാണ്. 3. പുതിയ പ്രമാണത്തിലേക്ക് ഉള്ള പ്രവേശം. പുതിയ പ്രമാണം പഴയത് മാറിപ്പോകുമ്പോഴാണ് സംഭവിക്കുന്നത്. യൂദാസ് അപ്പം സ്വീകരിച്ച് ഇറങ്ങിപ്പോയി. അവൻ ഇറങ്ങിപ്പോയത് മരണത്തിലേക്കാണ്. കുരിശില്ലാത്ത മരം അവൻ്റെ അന്ത്യത്തിന് കാരണമായി. ക്രിസ്തു ഒരർത്ഥത്തിൽ അവനെ പ്രതിയും വേദനിച്ചു. ക്രിസ്തു അവന് തിരിച്ചുവരവിൻ്റെ സാധ്യതയാകുന്ന സൂചന നൽകി. അത് അവൻ കേട്ടു. എന്നാൽ അവൻ കരുതി, എൻ്റെ എല്ലാ ചെയ്തികളും അറിയാവുന്ന പ്രവചിക്കുന്ന ഈ ഗുരുവിനെ തൊടുവാൻ പിശാചിന് അഥവാ യഹൂദർക്ക് കഴിയുകയില്ല എന്ന ചിന്ത യൂദാസിനെ മതിച്ചിട്ടുണ്ടാകണം. യൂദാസ് ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ. അതിനാൽ അവൻ്റെ ഒറ്റുകൊടുക്കലിലും അവൻ ഒരു യേശു അത്ഭുതം പ്രതീക്ഷിച്ചിരുന്നിരിക്കണം. എന്നാൽ അവൻ ഇറങ്ങിപ്പോയത് രാത്രിയാണ്. ഒന്നും കാണുവാൻ സാധിക്കാത്ത രാത്രിയിൽ ക്രിസ്തു പ്രകാശത്തിൽ നിന്നും അവൻ ഇറങ്ങി നടക്കുകയാണ്. യൂദാസ് കാണാതെ പോയത് ക്രിസ്തുവിൽ ഉള്ള മാനുഷിക ഭാവവും വ്യക്തിബന്ധവും വൈകാരിക തലവും ഒക്കെയാണ്. ക്രിസ്തുവിലുള്ള സാധാരണത്വം ദർശിക്കാത്ത ഒരു വ്യക്തിക്കും ക്രിസ്തുവിൻ്റെ പുതിയ പ്രമാണത്തിൻ്റെ സത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഈ പീഡാനുഭവ വാരത്തിൽ ക്രിസ്തുവിലുള്ള ദൈവത്തെ മാത്രമല്ല, ക്രിസ്തുവിലുള്ള മാനുഷിക സത്യത്തെ കൂടി തിരിച്ചറിയുവാൻ നമ്മിൽ ഉള്ള ക്രിസ്തുവിനെ നാം ബോധ്യപ്പെടേണ്ടതുണ്ട്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിൻ മുൻപിൽ വന്നിടുന്നേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിൻ മുൻപിൽ വന്നിടുന്നേ. മുട്ടുകുത്തുന്നിതാ ചേർത്തണച്ചിടേണം, നിർമ്മലമാക്കിയിടേണേ.
തട്ടിടാതെ ആയിരം പതിനായിരം അടുത്തിടാനിടവരാതെ കൈകളിൽ വഹിച്ചിടണേ കാൽക്കല്ലിൽ തട്ടിടാതെ ആയിരം പതിനായിരം അടുത്തിടാനിടവരാതെ സത്യവഴി തേടി ഞാനലഞ്ഞു നിത്യജീവന്റെ വഴിയെന്നും നീ മാത്രമേ ഇനി എനിക്കഭയം ചിറകടിയിൽ ഇടം വലമിടറാതിടയനായി കൈകളിൽ വഹിച്ചിടണേ കാൽക്കല്ലിൽ തട്ടിടാതെ ആയിരം പതിനായിരം അടുത്തിടാനിടവരാതെ അല്ലലൊഴിഞ്ഞൊരു ജീവിതമീ ഭൂവിലില്ലെന്നു കരുതി ഞാൻ ഉഴറിയിടവേ കരം പിടിച്ചെന്നെ കരുതിയോനേ കരുണയിന്നുറവേ കാത്തിടണേ കൈകളിൽ വഹിച്ചിടണേ കാൽക്കല്ലിൽ തട്ടിടാതെ ആയിരം പതിനായിരം അടുത്തിടാനിടവരാതെ കൈകളിൽ വഹിച്ചിടണേ കാൽക്കല്ലിൽ